സോ വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് 4 ഓഫ് പ്രൊഫോം മാസ്റ്ററി. എനിക്കറിയാം വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, വേറെ കുറച്ച് തിരക്കുകളിലായിരുന്നു. അതായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പിസോഡ് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് എപ്പിസോഡ് 4ൽ തന്നെ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന ടോപ്പിക്ക് ഹൗ ടു പാസ് എ പ്രൊഫോം ചലഞ്ച്, അതായത് ഈ ഒരു ചലഞ്ച് എങ്ങനെ പാസ് ചെയ്യാം. ആൻഡ് നമ്മൾ ഫുള്ളി കവർ ചെയ്യുന്നത് റിസ്ക് മാനേജ്മെൻറ്റിലായിരിക്കും. അതായത് ആ റിസ്ക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, റിസ്ക് പെർ ട്രേഡ്, എങ്ങനെ പ്രോപ്പറായിട്ട് ചലഞ്ച് ഫെയിൽ ആവാതെ റിസ്ക് മാനേജ് ചെയ്ത് അക്കൗണ്ട് പാസ് ചെയ്യാം. ഈ ഒരു കാര്യമായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. എൻ്റെ നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് കാണാം. എൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൗ ടു പാസ് എ പെർഫോം ചലഞ്ച്, റിസ്ക് മാനേജ്മെൻറ്റ് പ്ലേ ബുക്കാണ്, റിസ്ക് മാനേജ്മെൻറ്റ് ഗൈഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോണത്. ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഫണ്ടിങ് ചലഞ്ചിലോട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 5 ഇയേഴ്സ് തന്നെ ഹൈ സ്റ്റേക്സ് അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ്, അതായത് ഒരു 2 സ്റ്റെപ്പ് ചലഞ്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് 2 റൂൾസുകളെ. സോ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് 1ലും ഫേസ് 2ലും അതുപോലെ തന്നെ ഫണ്ടഡ് സ്റ്റേജിലൊക്കെ ഉള്ളത് മെയിൻ 2 റൂൾ പറഞ്ഞത്, ഒന്ന് മാക്സ് ഡെയിലി ലോസ് 5%, രണ്ടാമത്തേത് മാക്സ് ലോസ് 10%. അതായത് ഇതിലേതെങ്കിലും ഒന്ന് ഹിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചലഞ്ച് ഫെയിൽ ആവും. ആൻഡ് അതുപോലെ തന്നെ ഒരു 90% ആൾക്കാരും ചലഞ്ച് ഫെയിൽ ആവണത് ഈ ഒരു മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ്. അതായത് ആ ഒരു 5%ൻ്റെ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ ആൾക്കാരും ചലഞ്ച് ഫെയിൽ ആവണത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ 2 കാര്യങ്ങൾ, ഒന്ന് മാക്സ് ഡെയിലി ലോസ്, 2 മാക്സ് ലോസ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് നോക്കാം, ആൻഡ് ആ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മോസ്റ്റ് ചലഞ്ചസ് ആറിൻറ്റ് ലോസ് ടു ബാഡ് ട്രേഡ്സ്, ദേ ആർ ലോസ് ടു ബാഡ് റിസ്ക്. അതായത് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് ഒരു 90% ആൾക്കാരും ഈ ഒരു ഫണ്ടിങ് ചലഞ്ചസ് കാര്യങ്ങൾ ഫെയിൽ ആവുന്നത്. അതായത് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി വേണം. അതായത് ക്ലിയർ എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയാസ് ഉള്ള ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി വേണം. സോ വെറുതെ അവിടെ ഇവിടെ എൻട്രി എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. ആൻഡ് നിങ്ങളുടെ കയ്യിലൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ, ഞാൻ ഈ ചാനലിൽ തന്നെ ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ കറൻസി പേയേഴ്സ് ട്രേഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്, ഗോൾഡ് ട്രേഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നാസ്ഡാക്ക് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. ആൻഡ് നിങ്ങൾ ഈ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രാറ്റജി വീഡിയോസ് എനിക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ ഡെയിലി 7 PM to 8 PM നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യാറുണ്ട്. സോ യൂട്യൂബിൽ തന്നെ നാസ്ഡാക്ക് ആണ് ചെയ്യണത്. ആൻഡ് ആ ഒരു സ്ട്രാറ്റജി ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്രീവിയസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജിയുടെ വീഡിയോസ് കാണാൻ പറ്റും. ആൻഡ് അപ്പോൾ ഫണ്ടിങ് ചലഞ്ചിലോട്ട് പോണ സമയത്ത് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ക്ലിയർ എൻട്രി എക്സിറ്റ് ക്രൈറ്റീരിയാസ് ഉള്ള, നമ്മൾ പ്രോപ്പറായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ള, അത്യാവശ്യം വിൻ റേറ്റ് ഒക്കെ ഉള്ളത്. ഹൈ വിൻ റേറ്റ് വേണമെന്നൊന്നുമില്ല, ഒരു 40-60% ഇടയിൽ വിൻ റേറ്റ് ഉള്ള ക്ലിയർ ആറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജി നമ്മുടെ കയ്യിൽ വേണം. സോ സ്ട്രാറ്റജി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ആൻഡ് അതാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് പെർ ട്രേഡ് നമ്മൾ എത്രയാണ് ടാർഗറ്റ് ചെയ്യണത്, ആൻഡ് നമ്മുടെ എങ്ങനെയാണ്, ആൻഡ് നമ്മളൊരു ദിവസം എത്ര ട്രേഡ്സ് എടുക്കും, എത്ര ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും. ബേസിക്കലി ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചലഞ്ച് ഫെയിൽ ആവണമെങ്കിൽ 2 റീസൺസ് ഉള്ളത്. ഒന്ന്, നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ. ഇപ്പം നോർമലി നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ വരുന്നത് 10%. അതായത് ടിപ്പിക്കൽ മാക്സ് ഡ്രോ ഡൗൺ ലിമിറ്റ് അക്രോസ് മോസ്റ്റ് പ്രോഫോംസ്, അതായത് ഓൾമോസ്റ്റ് എല്ലാ ഫേംസിലും 10% ആണ്. ഈ ഒരു 2 സ്റ്റെപ്പിലോട്ട് പറഞ്ഞ സമയത്ത് 10% ആണ് നമുക്ക് മാക്സ് ഡ്രോ ഡൗൺ കിട്ടുക. ഇപ്പോൾ ഒരു 10K അക്കൗണ്ട് ആണെങ്കിൽ ഒരു $1000 ആണ് നമുക്ക് മാക്സ് ഡ്രോ ഡൗൺ കിട്ടുക. അതായത് 1000 സ്റ്റാർട്ട് ചെയ്തിട്ട് അക്കൗണ്ട് ബാലൻസ് ഒരു 9000 എത്തുവാണെങ്കിൽ നമ്മൾ ചലഞ്ച് ഫെയിൽ ആവും. ആൻഡ് സെക്കൻഡ് തിങ് ആണ് 5% ഡെയിലി ഡ്രോ ഡൗൺ. ടിപ്പിക്കൽ ഡെയിലി ഡ്രോ ഡൗൺ ലിമിറ്റ്, ദ വൺ ദാറ്റ് ആക്ച്വലി കിൽസ് അക്കൗണ്ട്സ്. അതായത് മോസ്റ്റ്ലി ആൾക്കാർ ഈ ഒരു ചലഞ്ച് ഫെയിൽ ആവാനുള്ള റീസൺ ഈ ഒരു 5%ൻ്റെ ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ വൺ ട്രേഡ് ഈസ് യൂഷ്വലി ഓൾ ഇറ്റ് ടേക്സ് ടു ബ്രീച്ച് എ ഡെയിലി ലിമിറ്റ് വെൻ സൈസിങ് ഓഫ്. അതായത് ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ട്രേഡ് എടുത്തു, ആ ഒരു ട്രേഡ് ലോസ് ആവും. അപ്പോൾ അത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് അവിടെ പോയിട്ടുള്ള എമൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ നെക്സ്റ്റ് ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഓവർ റിസ്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി ചിലപ്പോൾ അവിടെ പ്രോപ്പറായിട്ട് ഫോം ആവത്തില്ല. ആൻഡ് ഈ സമയത്ത് നമ്മൾ ആ ഒരു റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കളഞ്ഞിട്ടുള്ള എമൗണ്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോഴാണ് മോസ്റ്റ്ലി നമ്മുടെ ഈ അക്കൗണ്ട് പോകണത്. അതായത് ഓവർ ട്രേഡ് ചെയ്യുമ്പോഴും റിവെഞ്ച് ട്രേഡ് ചെയ്യുമ്പോഴുമാണ് മോസ്റ്റ്ലി ഈ ഒരു ചലഞ്ചസ് ഫെയിൽ ആവുന്നത്.
ഓക്കെ. അപ്പോൾ 2 ലിമിറ്റ്സ് ഗവേൺസ് എവറി അക്കൗണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒന്ന് ഡെയിലി ഡ്രോ ഡൗൺ ആണ്, ഒന്ന് മാക്സ് ഓവറോൾ ഡ്രോ ഡൗൺ ആണ്. അതായത് ഈ ഡെയിലി ഡ്രോ ഡൗൺ ആണ് കിൽസ് അക്കൗണ്ട്സ് ഫാസ്റ്റ്. മാക്സ് ഡ്രോ ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിയെ കിൽ ചെയ്യത്തുള്ളൂ. അതായത് ഡെയിലി ഡ്രോ ഡൗണിലോട്ട് വരുന്ന സമയത്ത് റിസെറ്റ്സ് എവറി 24 hours. അതായത് 24 hours ഒരു ഡേ എൻഡ് ചെയ്യുമ്പോഴാണ് റീസെറ്റ് ആവുന്നത്. സോ ബ്രീച്ചസ് ഇറ്റ് ഓൺസ് മിഡ് ട്രേഡ് ഓർ എൻഡ് ഓഫ് ദ ഡേ, ദ അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ഇൻസ്റ്റൻ്റ്ലി. അതായത് ആ ഒരു നമ്മുടെ ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റൻ്റ്ലി അവിടെ ക്ലോസ് ആവും, റിഗാർഡ്ലെസ് ഓഫ് യുവർ ഓവറോൾ ബാലൻസ്. ഓക്കെ. പിന്നെ പറയുന്നത് നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ ട്രാക്സ് യുവർ വേഴ്സ് പോയിന്റ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് ഓഫ് പീക്ക് ബാലൻസ്, മോർ ഫോർ ഗിവിംഗ് ഡേ ടു ഡേ, ബട്ട് ഇറ്റ്സ് ദ സീലിംഗ് യുവർ പൊസിഷൻ സൈസിങ് ഹാസ് ടു റെസ്പെക്ട് ഓവർ ദ ഫുൾ ചലഞ്ച്. ഓക്കെ. അപ്പോൾ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ്, അതായത് ഈ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ റിസ്ക് മാനേജ് ചെയ്യാം, ആ ഒരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തത് ഒരു കൺസർവേറ്റീവ് മോഡൽ. അതായത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, അതായത് ജസ്റ്റ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കൺസർവേറ്റീവ് മോഡൽ. അതായത് കൺസർവേറ്റീവ് മോഡലിൽ ഇപ്പം ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 1% റിസ്ക് പെർ ട്രേഡ്. അതായത് ഒരു ട്രേഡിൽ നമ്മൾ മാക്സിമം 1% മാത്രമേ റിസ്ക് ചെയ്തുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ആണെങ്കിൽ ഈച്ച് ട്രേഡ് റിസ്ക് $1000. അതായത് 100Kയുടെ 1% ആണ് $1000. അതായത് ഒരു ട്രേഡിൽ നമ്മൾ മാക്സിമം റിസ്ക് ചെയ്യുന്നത് $1000 ആയിരിക്കും. ഓക്കെ. സോ അതുപോലെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 1:2. അതായത് $1000 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു $2000 ആയിരിക്കും നമ്മളവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ലോട്ട് സൈസും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചലഞ്ചിലോട്ട് കയറാൻ. സോ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോസും ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലോട്ട് സൈസ് കാൽക്കുലേഷൻ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ചലഞ്ചസിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ഒരു കൺസർവേറ്റീവ് മോഡൽ, രണ്ട് ഒരു അഗ്രസീവ് മോഡൽ. സോ അഗ്രസീവ് മോഡലിലോട്ട് വരുന്ന സമയത്ത് അത് ഞാൻ പ്രിഫർ ചെയ്യണത്, ഓക്കെ, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചലഞ്ചസ് ഒരേ സമയം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഫണ്ട് അക്കൗണ്ടൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലൊരു സോൾഡ് സ്ട്രാറ്റജി ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ചലഞ്ചസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു അഗ്രസീവ് മോഡൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണത്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അഗ്രസീവ് മോഡലാണ്. സോ കാരണം എനിക്ക് അവിടെ സ്പീഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് എത്രയും പെട്ടെന്ന് എങ്ങനെ ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാം, ആ ഒരു കാര്യമാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളൊരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് വരും. മീൻസ് ആ ഒരു സ്പീഡ് കോൺസെൻട്രേറ്റ് ചെയ്യണ ആ ഒരു ലെവലിലോട്ട് വരും. അതായത് ഒരുപാട് സമയം ഈ ഒരു ചലഞ്ചസ് വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് അപ്പോഴായിരിക്കും നിങ്ങൾ ആ ഒരു അഗ്രസീവ് മോഡലിലോട്ട് വരുന്നത്. സോ അഗ്രസീവ് മോഡലിലോട്ട് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ ബാക്കപ്പ് വേണം. ആൻഡ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചലഞ്ചസ് ഒരേ സമയം അഫോർഡ് ചെയ്യാനുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കണം നിങ്ങൾ അഗ്രസീവ് മോഡലിലോട്ട് പോകേണ്ടത്. ഈ ഒരു കൺസർവേറ്റീവിലോട്ട് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ട്രേഡിലും മാക്സിമം 1% റിസ്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ആണെങ്കിൽ $1000 നിങ്ങൾ റിസ്ക് ചെയ്യുക. അതായത് ഈച്ച് ട്രേഡ് റിസ്ക് 1000, എ സിംഗിൾ ലോസ് ബെയർലി ഡെൻസ് ദ ഡെയിലി ലിമിറ്റ്. അതായത് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ഡെയിലി ലോസിനെ അവിടെ ബാധിക്കത്തില്ല. ആൻഡ് ക്വസ്റ്റ്യൻ അഗെയിൻസ്റ്റ് വേരിയൻസ് ഇവിടെ പറയണത് 1% റിസ്ക് ചെയ്തിട്ട്, അതായത് 1% റിസ്ക് പെർ ട്രേഡ് ചെയ്തിട്ട് നമ്മുടെ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് 5% അവിടെ ഹിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, 5 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് ലോസ് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യുക. അതായത് എ 5 ലോസിങ് ട്രേഡ് സ്ട്രീക്ക് കോസ്റ്റ് 5% സ്റ്റിൽ ഇൻസൈഡ് മോസ്റ്റ് ഡെയിലി മാക്സ് ലിമിറ്റ്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നമ്മൾ 1% റിസ്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. ഓക്കെ, ഒരു 5 ട്രേഡിൻ്റെ ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. അതായത് ഈ 5 ട്രേഡ് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കവിടെ എന്ത് പറ്റണത്, നമ്മുടെ മാക്സ് ഡെയിലി ലോസ് ഹിറ്റ് ചെയ്യുക. അതായത് ഒരു ദിവസം 5 ട്രേഡൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഒരു ദിവസം മാക്സിമം 2 ട്രേഡ്സ്. അതായത് ഇപ്പം ഞാൻ പേഴ്സണലി ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം 2 ലോസ് പേഴ്സണലി വന്നു കഴിഞ്ഞാൽ, മീൻസ് 2 ലോസ് എനിക്ക് ബാക്ക് ടു ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ദിവസം ഞാൻ ട്രേഡ് ചെയ്തില്ല. ആൻഡ് ആ ഒരു സാധനം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു $1000 പെർ റിസ്ക്, അതായത് 1% റിസ്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 2 ലോസ് ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൻ്റെ 2% മാത്രമേ അവിടെ പോകത്തുള്ളൂ. സോ 2% പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡെയിലി ലോസ് ലിമിറ്റ് അവിടെ ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ദിവസം മാക്സിമം 2 ലോസ് എടുക്കുക. സോ 2 ലോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അഗ്രസീവിലാണെങ്കിലും ആൻഡ് കൺസർവേറ്റീവ് ആണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഈ 2 ലോസ് വന്നു കഴിഞ്ഞാൽ
പിന്നെ 90. ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കലി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ ഒരു എമൗണ്ട് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരും. ഓക്കെ, സോ നിങ്ങൾ ഇത് ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സ് ആണെങ്കിലും ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു റിവെഞ്ച് ട്രേഡിങ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ. ഇപ്പം ഞാനും ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ അകത്തോട്ട് പോകാറുണ്ട്, ഈ റിവെഞ്ച് ട്രേഡിങ്. നമ്മൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും സംടൈംസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, സോ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലോസ് വന്നു കഴിഞ്ഞാൽ അന്ന് നിർത്താം, അന്ന് പിന്നെ ചാർട്ട് നോക്കാണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും പണി ചെയ്യുക. സോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ലോസിൽ നിങ്ങൾ ഒരു ദിവസം എൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവ് മോഡലാണ് നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം 2% ആണ് ലോസ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഫോർ സ്വിംഗ് സെറ്റപ്സ്, ഹൈ വിൻ റേറ്റ് സിസ്റ്റംസ് ആൻഡ് ട്രേഡേഴ്സ് പാസിംഗ് ദെയർ ഫസ്റ്റ് അറ്റംപ്റ്റ്സ്. അതായത് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ ഇതാണ് 1% റിസ്ക് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ട്രേഡ് ഓഫ് പറഞ്ഞത് സ്ലോ ടു ഹിറ്റ് ദ പ്രോഫിറ്റ് ടാർഗറ്റ്, എക്സ്പെക്ട് എ ലോങ് റൺ വേ ടു പാസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനും ഒരുപാട് ടൈം എടുക്കും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ മാക്സ് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യാനും ഒരുപാട് ടൈം എടുക്കും. അതായത് ഇവിടെ നമ്മൾ ചലഞ്ച് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് ഒരു റീസൺ മാത്രമേ ഉള്ളൂ, നമ്മുടെ മാക്സ് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യണം. അതായത് 10% മാക്സ് ലോസ് ഹിറ്റ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2% ഒരു ദിവസം ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് ട്രേഡ് എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചലഞ്ച് ഫെയിൽ ആവാൻ ഒരു റീസൺ മാത്രമേ ഉള്ളൂ, നമ്മുടെ മാക്സ് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യണം. സോ മാക്സ് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ട്രേഡ്സ് ബാക്ക് ടു ബാക്ക് ലോസ് കിട്ടുമ്പോഴായിരിക്കും നമ്മുടെ മാക്സ് ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യണം. സോ ടൈം എടുക്കും. ഇപ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു 40-50% വിൻ റേറ്റ് ഉള്ള ഒരു സ്ട്രാറ്റജി ആണെങ്കിലും ടൈം എടുക്കും. എൻ്റെ ചലഞ്ച് പാസ് ചെയ്യാനും ടൈം എടുക്കും, അതുപോലെ തന്നെ ചലഞ്ച് ഫെയിൽ ആവാനും ടൈം എടുക്കും. ഇപ്പോൾ കാരണം നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഹൈ സ്റ്റേക്സ് അക്കൗണ്ടിൽ നമ്മൾ ടാർഗറ്റ് വരുന്നത് 10% ആണ്. അതായത് ലോസ് ലിമിറ്റും 10% ആണ് വരുന്നത്, പ്രോഫിറ്റ് ടാർഗറ്റും 10% ആണ് വരുന്നത്. സെയിം റേഷ്യോയിലാണ് അത് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 100K അക്കൗണ്ട് ആണെങ്കിൽ ഫേസ് 1 പാസ് ചെയ്യാൻ $10,000 വേണം പ്രോഫിറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ചലഞ്ച് ഫെയിൽ ആവാൻ $10,000 ലോസും വേണം. അതായത് സ്റ്റാർട്ടിംഗ് ബാലൻസ് നിന്ന് $10,000 ലോസ്. അപ്പോൾ ടൈം എടുക്കും. ഇതിന് ചിലപ്പോൾ ഒരു 3 വീക്സോ 4 വീക്സോ അല്ലെങ്കിൽ മന്ത്സോ എടുത്തേക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെയാണ്, ആൻഡ് സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊക്കെയാണ്. ബട്ട് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളവിടെ സ്പീഡിനായിരിക്കും പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരുപാട് ടൈം നമ്മൾ ഈ ചലഞ്ച് ഫേസിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ വലിയ ഉപകാരമില്ല. ഓക്കെ, അതായത് ഈ ഒരു ചലഞ്ചിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് പറഞ്ഞാൽ നമ്മൾ പേ ഔട്ടിലോട്ട് എത്തണം. സോ എത്ര ഫാസ്റ്റായിട്ട് പേ ഔട്ടിലോട്ട് എത്തുന്നോ അത് ബെറ്ററാണ്. പക്ഷേ ബിഗിനേഴ്സിന് അതൊരിക്കലും സ്യൂട്ടബിൾ അല്ല. കാരണം അവരെ കുറേ സമയത്ത് മൾട്ടിപ്പിൾ ചലഞ്ചസ് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ ഒരു 1% റിസ്ക് ബെറ്റർ ട്രേഡ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാം. ഓക്കെ, ചിലപ്പോൾ ആ ഒരു നമ്മളെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു 5 ട്രേഡ്സ് ഒരു 6 ട്രേഡ്സ് ഒക്കെ ടാർഗറ്റ് കിട്ടുമ്പോഴായിരിക്കും, മീൻസ് ടി പി ഹിറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു ചലഞ്ച് പാസ്സാവണം. ഒരു 1:2 റിസ്ക് റിവാർഡിൽ നമ്മൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഈ ഒരു അഗ്രസീവ് മോഡലാണ്. സോ ഞാൻ ചില സമയത്ത് 2% എബോവ് ഞാൻ റിസ്ക് ചെയ്യാറുണ്ട്. ഒരു 2.5% ഒക്കെ റിസ്ക് ചെയ്യാറുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ട്രേഡ് പെർ ഡേ 2 തന്നെ ലിമിറ്റ് ചെയ്യുക. അതായത് ക്യാപ്ഡ് ബൈ 1 ഹാർഡ് റൂൾ, മാക്സ് 2 ട്രേഡ്സ് പെർ ഡേ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2% റിസ്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2 ട്രേഡ് നമുക്ക് ബാക്ക് ടു ബാക്ക് എസ് എൽ കിട്ടുവാണെങ്കിൽ 4% ലോസായി. ഒരു 1% വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്നത് ഒരു ദിവസം 2 ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് ചെയ്തില്ല, 2% റിസ്ക് ചെയ്യുന്ന അക്കൗണ്ട് ആണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഞാൻ പറയണത് ചലഞ്ച് ഫേസിൽ മാത്രമാണ്. ആൻഡ് അതുപോലെ തന്നെ ഫണ്ടഡ് ഫേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ വേറെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആവും. അതായത് ചലഞ്ച് ഫേസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്രസീവ് ആയി കഴിഞ്ഞാലും ഫണ്ടഡ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത്, അതായത് നമ്മൾ ചലഞ്ച് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി കൺസർവേറ്റീവ് ആവും. ഓക്കെ, അത് നമുക്ക് പറയാം. ഇപ്പം നമുക്ക് ആ ഒരു ചലഞ്ച് മോഡലിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ചില ഫേംസിൽ റിസ്ക് പെർ ട്രേഡ് വരുന്ന സമയത്ത് റൂൾസ് ഉണ്ട്. ഒരു ട്രേഡിൽ ഇത്ര പെർസെൻറ്റേജ് മാത്രമേ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള റൂൾസ് ഒക്കെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഫണ്ടഡ് സ്റ്റേജിലും ഉണ്ട്, ആൻഡ് ചില ഫേംസിൽ ഈ പറഞ്ഞ പോലെ ചലഞ്ച് ഫേസിലും ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് അപ്പോൾ ഈ അഗ്രസീവ് മോഡലിലോട്ട് വരുന്ന സമയത്ത്
ഓൺ എ 100K അക്കൗണ്ട്, അതായത് ഒരു 100K അക്കൗണ്ട് ആണെങ്കിൽ ഈച്ച് ട്രേഡ് റിസ്ക് $2,000. അതായത് ഒരു ട്രേഡിൽ നമ്മൾ റിസ്ക് ചെയ്യണത് $2,000 ആയിരിക്കും, 2% ആയിരിക്കും. എന്നിട്ട് അവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യണത്, അതായത് ആ ഒരു ട്രേഡ് TP ആണെങ്കിൽ ഒരു 4% അല്ലെങ്കിൽ 1:2 അല്ലെങ്കിൽ ഒരു 1:3 നോക്കുവാണെങ്കിൽ $2,000 റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു $4,000 അല്ലെങ്കിൽ ഒരു $6,000 നമുക്ക് അവിടെ പ്രോഫിറ്റ് വേണം. ഓക്കെ, സോ ഫാസ്റ്റർ പ്രോഗ്രസ് ടുവാർഡ്സ് പ്രോഫിറ്റ് ടാർഗറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു 2% റിസ്ക് ചെയ്യുകയാണെങ്കിൽ 10% ടാർഗറ്റിലോട്ട് എത്തണമെങ്കിൽ നമുക്കൊരു 3 ട്രേഡ്സ് ഒക്കെ, അതായത് ഒരു 3 to 4 ട്രേഡ്സ് നമുക്ക് ടാർഗറ്റ് കിട്ടുവാണെങ്കിൽ മാക്സിമം ഞാൻ ചില സമയത്ത് 2.5 ഒക്കെ റിസ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ 2.5 ഒക്കെ റിസ്ക് ചെയ്യുകയാണെങ്കിൽ 2 ട്രേഡ്സ് ഒക്കെ നമ്മുടെ TP കിട്ടി കഴിഞ്ഞാൽ, ബാക്ക് ടു ബാക്ക് TP കിട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1:2 ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് 2.5% റിസ്ക് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റായിട്ട് ഞാൻ നോക്കുന്നു 5% ആണ്. ഓക്കെ, അപ്പോൾ 5% പ്ലസ് 5%, അതായത് 2 ട്രേഡ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ബാക്ക് TP കിട്ടുവാണെങ്കിൽ നമ്മളവിടെ phase 1 പാസ്സായി. സോ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു 5 അക്കൗണ്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മൾ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ട, നമുക്കിവിടെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് 3 വേണം. അതായത് ചലഞ്ച് പാസ് ആണെങ്കിൽ 3 മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് വേണം. ഒരു പ്രോഫിറ്റബിൾ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബാലൻസിൻ്റെ 0.5%. അതായത് ഇപ്പോൾ ഒരു 100K അക്കൗണ്ട് ആണെങ്കിൽ ഒരു ദിവസം മിനിമം $500 പ്രോഫിറ്റ് ഉണ്ടാകുവാണെങ്കിലാണ് അതൊരു പ്രോഫിറ്റബിൾ ഡേ ആയിട്ട് കണക്ക് കൂട്ടുക. $500 താഴെയാണെങ്കിൽ, അതായത് 0.5 അക്കൗണ്ട് സൈസിൻ്റെ 0.5%-ൻ്റെ താഴെയാണെങ്കിൽ അതൊരു പ്രോഫിറ്റബിൾ ഡേ അല്ല. അപ്പോൾ മാക്സിമം ഒരു 2 to 3 ട്രേഡ്സ്, ഒരു 3 ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2 to 3 ട്രേഡ്സിൻ്റെ അകത്ത് നമുക്ക് phase 1 പാസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഒരു ഈ പറഞ്ഞ പോലെ phase 2 നമുക്ക് ടാർഗറ്റ് പറഞ്ഞ 5% ആണ്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു 1 ട്രേഡിലൊക്കെ നമുക്ക് 1 to 2 ട്രേഡ്സിൻ്റെ അകത്ത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ നമ്മൾ ആ ഒരു മിനിമം ട്രേഡിംഗ് ഡേയ്സ് അവിടെ ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മിനിമം ട്രേഡിംഗ് ഡേയ്സ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ട് പാസ്സാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 2 ദിവസം കൊണ്ട് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാണെങ്കിലും നെക്സ്റ്റ് ഒരു ഡേ ട്രേഡ് ചെയ്തിട്ട് അക്കൗണ്ട് സൈസിൻ്റെ 0.5% നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മുടെ മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് ഹിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ സമയത്ത് വൈ ദ 2 ട്രേഡ്സ് ക്യാപ്പ് എക്സിസ്റ്റ്, 2 losses in a row, 4% drawdown, still inside the 5% daily limit with margin to spare. അതായത് 2 ലോസ് ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാൽ -4% ആയി. സോ -5% ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മുടെ മാക്സ് ഡെയിലി ഡ്രോഡൗൺ ഹിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം മാക്സിമം 2 ട്രേഡ്സ്. ആൻഡ് 2 ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ട്രേഡ് ലോസ് ആവുകയാണെങ്കിൽ ഓക്കെ. ആൻഡ് ഒരു ദിവസം ഇപ്പോൾ ഒരു ട്രേഡൊക്കെ ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അന്ന് ട്രേഡ് ചെയ്യത്തില്ല. നല്ലൊരു ട്രേഡ് TP ആണെങ്കിൽ നെക്സ്റ്റ് ട്രേഡിൽ ഞാൻ അത് കൊണ്ട് കളയാൻ നിൽക്കത്തില്ല. അതുകൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, സോ നമ്മുടെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ടാർഗറ്റിലോട്ട് എത്തിക്കുക. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച് നമ്മൾ ഫെയിൽ ആവണമെങ്കിൽ, അതായത് ഫെയിൽ ആവണമെങ്കിൽ ഒരു റീസണേ ഉള്ളൂ. നമ്മൾ മാക്സ് ഡെയിലി ലോസ് ലിമിറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം 2 ട്രേഡിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചലഞ്ച് ഫെയിൽ ആവണമെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ മാക്സ് ഡെയിലി മാക്സ് ഡ്രോഡൗൺ ഹിറ്റ് ചെയ്യണം. മാക്സ് ഡ്രോഡൗൺ പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ 2% റിസ്ക് ചെയ്യണമെങ്കിൽ ഒരു 5 ട്രേഡൊക്കെ ബാക്ക് ടു ബാക്ക് SL കിട്ടുമ്പോഴാണ് നമ്മുടെ മാക്സ് ഡ്രോഡൗൺ ഹിറ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ പോലെ ഹിറ്റ് ചെയ്യാം. ഓക്കെ, ഹിറ്റ് ചെയ്യത്തില്ല എന്നും പറയത്തില്ല. സോ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 2% റിസ്ക് ട്രേഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ചലഞ്ച് ഫെയിൽ ആയിട്ടുണ്ട്, ഒരുപാട് ചലഞ്ച് പാസ്സായിട്ടുണ്ട്. ബട്ട് ഇവിടെ സ്പീഡാണ്, അതായത് ചലഞ്ച് ഫെയിൽ ആവുകയാണെങ്കിലും പെട്ടെന്ന് ഫെയിൽ ആവും, ചലഞ്ച് പാസ് ആവുകയാണെങ്കിലും പെട്ടെന്ന് പാസ് ആവും. ഒരു 2 to 3 ട്രേഡ്സിൻ്റെ അകത്ത് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുഡ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പാസ്സാവും, ബാഡ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയിൽ ആവും. സോ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഫെയിൽ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈക്കോളജീനെ ബാധിക്കും. അതുകൊണ്ടാണ് ബിഗിനേഴ്സിന് എപ്പോഴും ആ ഒരു 1% റിസ്ക് പെർ ട്രേഡ് എന്നുള്ള ഈ ഒരു കൺസർവേറ്റീവ് മോഡൽ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഗ്രസീവ് മോഡലിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അഗ്രസീവ് മോഡൽ. പിന്നെ ഈ പറഞ്ഞ പോലെ സേഫ്റ്റി മെക്കാനിക്, ആ ഒരു 2 ട്രേഡ്സ് പെർ ഡേ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കാര്യം. സോ വൈ മാക്സ് 2 ട്രേഡ്സ് എ ഡേ പ്രൊട്ടക്ട്സ് ദ അഗ്രസീവ് മോഡൽ. സോ അഗ്രസീവ് മോഡലിലോട്ട് വരുന്ന സമയത്താണ് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുന്നത്. ഇപ്പം നമ്മൾ ഒരു ദിവസം അഗ്രസീവ് മോഡലിലോട്ട് പറഞ്ഞ സമയത്ത് ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ -2%, അതായത് 5% ആണ് നമ്മുടെ മാക്സ് ഡ്രോ ഡൗൺ. സോ എന്ത് ചെയ്യണില്ല, ഒരു ലോസിൽ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യണില്ല. 2 ലോസ് വന്നു കഴിഞ്ഞാൽ എന്തായി,
-4% ആയി. 2% റിസ്കി ആണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് -2% ലോസ്, സെക്കൻഡ് ട്രേഡ് -2% ലോസ്, ടോട്ടൽ -4%. എന്തായി? ടോട്ടൽ നമുക്കിവിടെ 4%ൻ്റെ ലോസായി. 1% മാത്രമേ നമുക്കിവിടെ ബാക്കിയുള്ളൂ. സോ 1% ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 4% + 1 5% ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? പിന്നെ നമുക്ക് ആ ഒരു അക്കൗണ്ടിനെ പറ്റി മറക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ 3 ട്രേഡ്സ് എടുക്കുവാണെങ്കിൽ 2% റിസ്കിൽ -6% ആയി. -6% ആയി കഴിഞ്ഞാൽ 5%ൻ്റെ ലോസിൻ്റെ എബോവ് പോയി. അപ്പോൾ എന്തായി? ഡെയിലി ലിമിറ്റ് ബ്രീച്ച്ഡ്. സോ റൂൾ പറഞ്ഞത് ആഫ്റ്റർ 2 ലോസിങ് ട്രേഡ്സ് ഇൻ എ ഡേ യു ആർ ഡൺ, നോ റിവെഞ്ച് ട്രേഡ്, നോ എക്സെപ്ഷൻസ്. അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈക്കോളജിക്കൽ പാർട്ടാണ്. നമുക്ക് ഈ 2 ലോസൊക്കെ ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഒരു കളഞ്ഞത് തിരിച്ചു പിടിക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ പോകും. ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി മറക്കും, നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് മറക്കും. എങ്ങനെയും തിരിച്ചു പിടിച്ചാൽ മതി എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റൂൾസ് നമ്മൾ മറക്കും. അപ്പോൾ അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകും. നമ്മുടെ ആ ഒരു ചലഞ്ച് ഫീസ് അവിടെ പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ എപ്പോഴും റൂൾസ് ഫോളോ ചെയ്യുക, റൂൾസിൻ്റെ അകത്ത് നിന്ന് തന്നെ ട്രേഡ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചലഞ്ച് കാര്യങ്ങൾ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ആ ഒരു കൺസർവേറ്റീവ് അഗ്രസീവ് ഒരു കമ്പാരിസൺ. സോ കൺസർവേറ്റീവിലോട്ട് വരുമ്പോൾ നമ്മൾ 1% റിസ്ക് പെർ ട്രേഡ് ആണ്. അഗ്രസീവിലോട്ട് വരുമ്പോൾ 2%. സോ മാക്സ് ട്രേഡ്സ് പെർ ഡേ അൺറെസ്ട്രിക്റ്റഡ് എന്ന് കൊടുത്തത് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ലിമിറ്റ് ഉള്ളതുകൊണ്ട് കൊടുത്തതാണ്. ബട്ട് ഒരു 2 to 3 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ ഒരു 2 to 3% ഒക്കെ ലോസ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഡേ എൻഡ് ചെയ്യാം. അഗ്രസീവിലോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും 2 ട്രേഡ്സ് ഒരു ദിവസം ലോസ് വന്നു കഴിഞ്ഞാൽ -4% ലോസ് വന്നു കഴിഞ്ഞാൽ എൻഡ് ചെയ്യാം. ഇനി നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക്സ് ഡെയിലി ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യും, അക്കൗണ്ട് വൈന്ന് പോകും. ആൻഡ് അതുപോലെ തന്നെ ഈ കൺസർവേറ്റീവ് മോഡലിലോട്ട് പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ 5% ഡെയിലി ലിമിറ്റ് ഹിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 5 ട്രേഡ് ബാക്ക് ടു ബാക്ക് SLT ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാലാണ് 1% റിസ്ക് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഡെയിലി ലോസ് ലിമിറ്റ് ഹിറ്റ് ചെയ്യണത് നമ്മുടെ ചലഞ്ച് ഫെയിൽ ആവുന്നത്. സോ അഗ്രസീവിലോട്ട് പറഞ്ഞ സമയത്ത് ഒരു 2 to 3 ട്രേഡ്സ് ലോസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മാക്സ് ഡെയിലി ലിമിറ്റ് ഹിറ്റ് ചെയ്യും, നമ്മൾ ആ ഒരു ചലഞ്ച് ഫെയിൽ ആവും. പിന്നെ ഈ പറഞ്ഞ സ്പീഡ് ടു പ്രോഫിറ്റ് ടാർഗറ്റ്, അതായത് കൺസർവേറ്റീവിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് ഫെയിൽ ആവാനോ അതുപോലെ തന്നെ ചലഞ്ച് പാസ് ആവാനോ എടുക്കാനുള്ള ടൈം കൂടുതലായിരിക്കും. അഗ്രസീവിലോട്ട് വരുന്ന സമയത്ത് ഫാസ്റ്റർ, ഫെയിൽ ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ആവും, പാസ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് പാസ്സാവും. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത ചലഞ്ചിലോട്ട് പോവാം. ആൻഡ് ആ ഒരു രീതിയിൽ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചലഞ്ചസ് അഫോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം അഗ്രസീവിലോട്ട് പോവുക. ഓക്കെ. പിന്നെ ഇമോഷണൽ ഡിസിപ്ലിൻ നീഡഡ്, അതായത് ഈ പറഞ്ഞ പോലെ കൺസർവേറ്റീവിലോട്ട് പോകുന്ന സമയത്ത് മോഡറേറ്റ്ലി അല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ ഇമോഷൻസ് അവിടെ അഫക്റ്റ് ചെയ്യും. ബട്ട് അഗ്രസീവിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. എൻ്റെ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്കാണ് അഗ്രസീവ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആവണം. അതായത് ഒരു ചലഞ്ച് പോയി കഴിഞ്ഞാലും നമ്മളത് ബാധിക്കത്തില്ല എന്നുള്ളൊരു ഫൈനാൻഷ്യൽ ഇതിലോട്ട് വരുമ്പോഴാണ് അതൊരു ഗുഡ് സൈഡായിട്ട് മാറുന്നത്. ഓക്കെ. സോ ബെസ്റ്റ് ട്രേഡ് പ്രൊഫൈൽ, പേഷ്യൻ, റൂൾസ് ഫസ്റ്റ്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും എന്താ പറയുക, കൺസർവേറ്റീവ് മോഡൽ യൂസ് ചെയ്യണ പ്രോ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സോ അവരുടെ ഈ പറഞ്ഞ പോലെ അവർക്ക് കണ്ടിട്ടുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ RR ഇച്ചിരി ഹൈ ആയിരിക്കും, അത്യാവശ്യം ഹൈ വിൻ റേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഈ 1% റിസ്ക് പെർ ട്രേഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതായത് 2 രീതിയിലുള്ള ആൾക്കാർ, ഒന്ന് ഹൈ വിൻ റേറ്റുള്ള ആൾക്കാർ, ഒന്ന് ഹൈ RR നോക്കുന്ന ആൾക്കാർ. അവരാണ് സ്റ്റിൽ ഈ ഒരു കൺസർവേറ്റീവ് മോഡൽ യൂസ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അഗ്രസീവിലോട്ട് പറഞ്ഞ സമയത്ത് കോൺഫിഡൻറ്റ് ഡിസിസീവ് നമ്മളെപ്പോലെയുള്ള ആൾക്കാരെന്നല്ല, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ബട്ട് സ്റ്റിൽ ഫെയിൽ ആവും. ഓക്കെ, ഇതിൻ്റെ പാർട്ടാണ്. ഇത് സ്റ്റിൽ പ്രോബബിലിറ്റി ആണ്. നമ്മൾ എന്ത് ചലഞ്ച് എടുത്തു കഴിഞ്ഞാലും 100% ആ ഒരു ചലഞ്ച് പാസ്സാകാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് കണ്ടീഷൻസ്, നമ്മുടെ യൂസ് ചെയ്യുന്ന റിസ്ക് മാനേജ്മെൻറ്റ്, നമ്മുടെ സ്ട്രാറ്റജി ആ ഒരു സമയത്ത് വർക്ക് ആയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങളാണ് അവിടെ വർക്ക് ആവണത്. ഓക്കെ. ആൻഡ് വിച്ച് മോഡൽ ഫിറ്റ്സ് യു? ഫസ്റ്റ് ചലഞ്ച്, നിങ്ങൾ ഫസ്റ്റ് ചലഞ്ച് ആണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ഔട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഗോ കൺസർവേറ്റീവ്, ലേൺ ദ ഫേംസ് റൂൾസ് ആൻഡ് യുവർ ഓൺ ഡിസിപ്ലിൻ ബിഫോർ ആഡിങ് സൈസ്. ബിഗിനർ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അഗ്രസീവ് മോഡലിലോട്ട് പോകാണ്ടിരിക്കുക, കൺസർവേറ്റീവായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ. സോ പിന്നെ ഹിസ്റ്ററി ഓഫ് റിവെഞ്ച് ട്രേഡിംഗ്, സ്റ്റേ കൺസർവേറ്റീവ് റിഗാർഡ്ലെസ് ഓഫ് സ്പീഡ്. ദ 2 ട്രേഡ്സ് ക്യാപ്പ് ഓൺലി പ്രൊട്ടക്ട്സ് ഇഫ് യു ആക്ച്വലി സ്റ്റോപ്സ് അറ്റ് 2. അതായത് നിങ്ങൾ ആ ഒരു 2 ട്രേഡ്സിൻ്റെ ക്യാപ്പ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണത് നിങ്ങൾ അതിൻ്റെ അകത്ത് എൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് അവിടെ പ്ലേ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പുറത്തോട്ട് പോകും. ബട്ട് സ്റ്റിൽ
നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ ചലഞ്ച് ട്രൈ ചെയ്യുക, നിങ്ങളെന്താണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാം. ആൻഡ് അതുപോലെ തന്നെ ടൈം ലിമിറ്റഡ് ചലഞ്ച് അതിപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാ ട്രേഡ്സും മീൻസ് എല്ലാ ഫേംസും അൺലിമിറ്റഡ് ടൈമാണ് പ്രൊവൈഡ് ചെയ്യണത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഫണ്ടഡ് ആൻഡ് സ്കെയിലിംഗ് ബ്ലെൻഡ് ബോത്ത് 1% ഓൺ ന്യൂ അൺപ്രൂവൺ സെറ്റപ്സ്, 2% ഓൺലി ഓൺ യുവർ ഹയസ്റ്റ് കൺവിക്ഷൻ ബാക്ക് ടെസ്റ്റഡ് എൻട്രീസ്. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രാറ്റജീസ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രോഫോമിലോട്ട് പോണതിന് മുന്നേ നമ്മുടെ ഈ പോണതിന് പോണതിന് മുന്നേ നമ്മുടെ ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. ഒന്ന്, നമ്മുടെ കയ്യിലൊരു സ്ട്രാറ്റജി വേണം. സോ സ്ട്രാറ്റജിയുടെ വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. രണ്ട്, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, സോ അഗ്രസീവ് ആണോ കൺസർവേറ്റീവ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. സോ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും കൺസർവേറ്റീവ് മോഡൽ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡൗട്ടിൽ മീൻസ് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ഞാൻ തരുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ടിക്ക് വൈ പൊസിഷൻ സൈസിങ് പാസസ് ചാലഞ്ചസ് പ്രഡിക്ഷൻ ജസ്റ്റ് മേക്സ് നോയ്സ്. അതായത് പൊസിഷൻ സൈസിങ് ആണ്, റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ കയ്യിൽ എന്ത് വലിയ സ്ട്രാറ്റജി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യണില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എൻ്റെ പൊസിഷൻ സൈസിങ്ങിൻ്റെ ലോട്ട് സൈസ് കാൽക്കുലേഷൻ്റെ വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ വിച്ച് എവർ മോഡൽസ് യു റൺ ദ റൂൾ ഈസ് ദ സെയിം. റിസ്ക് മാനേജ് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ 5 ഇയേഴ്സിൽ ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെങ്കിൽ യുവർ AMFX05 എന്നുള്ള കോഡ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 5% ഓഫർ കിട്ടും. ഓക്കെ, ഞാൻ 5 ഇയേഴ്സ് അഫിലിയേറ്റ് ആണ്. സോ അഫിലിയേറ്റ് ആവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻഡസ്ട്രി ലീഡിങ് ഫേം ആണ്. സോ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഫേമാണ്. ഞാൻ എൻ്റെ അത് പേ ഔട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ മൾട്ടിപ്പിൾ ചാലഞ്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 5 ഇയേഴ്സിൻ്റെ അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആണെങ്കിൽ ഈ ഒരു AMFX05 എന്നുള്ള കോഡ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5%ൻ്റെ എക്സ്ട്രാ ഓഫ് നിങ്ങൾക്ക് ചലഞ്ച് ഫേസിൽ കിട്ടുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് അതിൻ്റെ ആ ഒരു ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും ടോപ്പിക്സിൽ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.